ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ജോസ് കുട്ടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോസ് കുട്ടി, ഈ സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? അഭിമാനാർഹമായ വിജയം ഓപ്പറേഷൻ സിന്ദൂർ ഈ ഘട്ടത്തിൽ കൈവരിച്ചു എന്ന് തന്നെയല്ലേ അർത്ഥമാക്കേണ്ടത്? തീർച്ചയായിട്ടും ഈ വിജയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നയതന്ത്ര സൈനിക സിന്ദൂര തിലകക്കുറിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്ത്യ പഹൽഗാമിൽ നടന്ന അക്രമത്തോട് പ്രതികരിച്ചത് ഒരു നീണ്ട യുദ്ധത്തിലേക്ക് പോകണം എന്ന ലക്ഷ്യം വെച്ചായിരുന്നില്ല, മറിച്ച് ഇന്ത്യയുടെ മണ്ണിൽ യഥേഷ്ടം തീവ്രവാദ അക്രമങ്ങൾ നടത്തിയിട്ട് കയ്യും കഴുകി തെളിവില്ല എന്ന് പറഞ്ഞ് മടയിൽ ഒളിച്ചാൽ അവിടെ ചെന്ന് അതിന് പ്രതികാരം ചോദിക്കും, അതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ള വ്യക്തമായൊരു സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് മുൻപ് ഇല്ലാത്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിനെ അധികരിച്ച് അതിനപ്പുറത്തേക്ക് ചെന്ന് പഞ്ചാബിന്റെ ഹൃദയഭൂമിയായ ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നശിപ്പിക്കുകയും കൊടും ഭീകരർ കൊല്ലപ്പെടുകയും ചെയ്തത്. അത് മാത്രമായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം. അങ്ങനെ അങ്ങ് ഓടിയൊളിച്ച് പോകാൻ കഴിയില്ല തീവ്രവാദ ആക്രമണങ്ങൾക്ക് ശേഷം എന്ന സന്ദേശം കൊടുക്കുകയായിരുന്നു. അതിനുശേഷം സൈനിക കാര്യത്തിൽ ഇന്ത്യ 10 മടങ്ങ് പാകിസ്ഥാനേക്കാൾ മുന്നിലാണെങ്കിലും നമ്മൾ മറ്റ് കേന്ദ്രങ്ങളോ ജനവാസ കേന്ദ്രങ്ങളോ സൈനിക കേന്ദ്രങ്ങളോ ഒന്നും പാകിസ്ഥാനിൽ ആക്രമിച്ചിരുന്നില്ല. എന്നാൽ എല്ലാ അർത്ഥത്തിലും സൈനികരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു രാഷ്ട്രമായ പാകിസ്ഥാന് ഇത്തരത്തിലുള്ള നാണക്കേട് ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കണമല്ലോ, എന്തെങ്കിലുമൊക്കെ പ്രത്യാക്രമണങ്ങൾ നടത്തണമല്ലോ. അതിന്റെ ഭാഗമായി അവർ ചില വളരെ നിരുത്തരവാദപരമായിട്ടുള്ള അതിർത്തി മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് മോർട്ടാർ ഷെല്ലിംഗ് നടത്തുകയും നമ്മുടെ ഗ്രാമീണരുടെയും മറ്റുമൊക്കെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചില അതിർത്തിയിലുള്ള വ്യോമതാവളങ്ങളിലേക്കും മറ്റ് ജനവാസ കേന്ദ്രങ്ങളിലേക്കുമൊക്കെ വ്യോമപാതയുടെ മറവിൽ ചില അക്രമങ്ങൾ നടത്തിയത് ഫലപ്രദമായി ഇന്ത്യക്ക് തടയാൻ കഴിഞ്ഞു. നമുക്ക് അങ്ങനെ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണോ ഉദ്ദേശിച്ചത് നമുക്കത് സൈനികമായി നേടിയെടുക്കുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് പാകിസ്ഥാനാണ് എന്നുള്ളതും വീണ്ടും ഊട്ടിയുറപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സൈനിക നയതന്ത്ര സിന്ദൂര വിജയ തിലകമാണിത്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം നമ്മൾ ഒരു നീണ്ട യുദ്ധത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പാകിസ്ഥാൻ ഈ കഴിഞ്ഞ ദിവസം രാത്രിയിലും നടത്തിയ അക്രമങ്ങളോട് വളരെ പ്രതിരോധ തലത്തിൽ മാത്രമേ നമ്മൾ ഇടപെട്ടുള്ളൂ. നമ്മളൊരു വലിയ അക്രമം നടത്തുവാനായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല, മറിച്ച് ഇങ്ങോട്ട് വന്ന മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ തടഞ്ഞു നിർത്തി നിർവീര്യമാക്കുന്ന ഒരു നയമാണ് നമ്മൾ സ്വീകരിച്ചത്. അപ്പം ആ നയം സ്വീകരിക്കുകയും നമ്മൾ ഉത്തരവാദിത്തപരമായിട്ടാണ് ഈ കാര്യത്തിൽ ഇടപെട്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയും ചെയ്തത് അന്താരാഷ്ട്ര സമൂഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിന് അത് വളരെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് രാജ്യങ്ങളെയും ഇടയിൽ മധ്യസ്ഥത വഹിച്ച് അമേരിക്കയാണെന്ന് പറയുന്നു, നമുക്കറിയില്ല. നമ്മുടെ വക്താക്കളും അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു വെടിനിർത്തലിലേക്ക് പോയിട്ടുള്ളത്. അപ്പൊ ആ വെടിനിർത്തൽ ഞാൻ ഈ പറഞ്ഞ അർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യം നേടുകയും എന്നാൽ ശത്രുവിനെ ഒറ്റപ്പെടുത്തുകയും ശത്രുവിന്റെ പ്രത്യാക്രമണങ്ങളെ നിർവീര്യമാക്കുകയും ചെയ്ത് സൈനികമായും നയതന്ത്ര തലത്തിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നേട്ടമാണ്. മാത്രവുമല്ല, ഇത്തരം ഭീകരവാദ അക്രമങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കുവാൻ പാകിസ്ഥാൻ എന്തെങ്കിലും സാധാരണ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അത്തരം അക്രമങ്ങൾക്ക് മുതിരാതിരിക്കുവാനുള്ള ഒരു വലിയ പാഠം നമ്മൾ ഈ കാര്യത്തിൽ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിജയമാണെന്ന കാര്യത്തിൽ തർക്കമില്ല.